ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 12-ലേക്ക് മാറ്റിയെന്നതാണ്. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വിനിത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനിത, ഈ ഹൈറിച്ച് പ്രതികൾ അത് അവരുടെ ഓഫീസുകൾ സീല് വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അപ്പോഴാണ് ഈ രീതിയിലും അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നു. ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് നിരീക്ഷിച്ചത് ഈ വിഷയത്തിൽ? സ്മിത, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയാണ് ഇന്ന് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നത്. ഇത് മൂന്നാം പ്രാവശ്യമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഈ പ്രതികൾ ഇപ്പോൾ എവിടെയാണെന്നും ഇവർക്ക് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാൻ കഴിയില്ല എന്നും കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ന് മറുപടി നൽകാമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത്. ഇക്കാര്യത്തിലും കോടതി ഇന്ന് എന്താണ് പ്രതിഭാഗത്തിന്റെ നിലപാടെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഈ കക്ഷികളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന മറുപടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 12-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇഡിക്ക് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിച്ചിരുന്നു. ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ആദ്യം ഈ പ്രതികൾ എത്തട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്നുള്ളതായിരുന്നു ഈ കേസിൽ കോടതിയുടെ ഒരു നിലപാട് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ കോടതി നേരത്തെ തന്നെ ഇഡിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യലിന് മുൻപ് അത്തരം കാര്യങ്ങളെപ്പറ്റി പറയാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇഡി വൃത്തങ്ങളും കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആദ്യ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തട്ടെ, അവരെപ്പോൾ വരുമെന്ന കാര്യം പറയാൻ പ്രതിഭാഗത്തോട് കോടതി കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം എന്ന തലത്തിൽ വച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കക്ഷികളെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയില്ല, അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന മറുപടിയാണ് ഇന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 12-ലേക്ക് മാറ്റിയത്. സ്മിത, ശരി. വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്.